യെസ്. അപ്പോ 14-ാം തീയതി നമ്മുടെ കൂലി ഇറങ്ങണായിരുന്നു. ഇപ്പൊ 11-ാം തീയതി 3 ദിവസം കൂടെ ഉള്ളൂ. അപ്പൊ കട്ട വെയിറ്റിംഗ് ആണ്. കൂലിനെ പറ്റി പറയാൻ എന്താ ഉള്ളത്? മൂവിനെ പറ്റി പറയാനായിട്ടാണെങ്കിൽ പ്രതീക്ഷകളൊന്നും ഇല്ല സത്യത്തിന്. അതെന്താണ്? കാരണം പ്രതീക്ഷകളില്ലാണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു സിനിമ ടീസർ ശ്രദ്ധിച്ച ഭയങ്കര ഇമോഷണൽ പരിപാടിയാണ് അതിൽ പിടിച്ചേക്കുന്നത്. ഭയങ്കര ഹൈ തന്നെ BGM ഒന്നും അതിനകത്ത് കൊടുത്തിട്ടില്ല. അത് ശ്രദ്ധിച്ചായിരുന്നു. ടീച്ചർ നമുക്ക് ഒരു പ്രതീക്ഷ നൽകാത്തൊരു ടീച്ചർ പോലെ നൽകാം. കാരണം കൂടുതൽ ആൾക്കാർക്ക് നിരാശയാണ് സമ്മാനിച്ചിട്ടുള്ളത് ആ ടീച്ചർ. കാരണം നമ്മ ഒരു 5 പേര് കൂടി നിന്നിട്ടാണ് ആ ടീച്ചർ കണ്ടത്. അതില് 3 പേരും ശോഭൻ ടീച്ചറാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. ലിയോന്റെ അത്യാവശ്യം നല്ല ടീച്ചറായിരുന്നു. ലിയോന്റെ ഫുൾ മാസലമന്റെ ആയിരുന്നു തുടക്കം തൊട്ട് തന്നെ. രജനീന്റെ പടമാണ് മറ്റേ ജയിലറിന്റെ ട്രെയിലർ കണ്ടപ്പോഴും ഞാൻ വിചാരിച്ചു എന്താ സീരിയലാ. പക്ഷെ പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോ കേറിയ അങ്ങോട്ട് കൊളുത്തി രക്ഷയില്ലാണ്ടായി. അപ്പൊ ആ ഒരു ടെംപ്ലേറ്റിനെ പിടിച്ച കുറെ സൂപ്പർ സ്റ്റാർസ് ഉണ്ട്. ഇപ്പൊ ആമിർ ഖാൻ ആണെങ്കിലും ബോളിവുഡിൽ നിന്നൊക്കെ ഭയങ്കര വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്ന ഇപ്പൊ 2 മണിക്കൂർ 9 മിനിറ്റ് കൊണ്ട് പടം ലാഗുണ്ടാവും ചാൻസ് ഉണ്ടാവും എനിക്ക് തോന്നുന്നു. നമ്മ ഇപ്പോഴേ ഇതിന്റെ അഭിപ്രായം പറയാൻ പറഞ്ഞ സത്യത്തിൽ കുറച്ച് BGM ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായി സെറ്റാണ്. ചില പടമൊക്കെ ഉണ്ട് BGM ആണ് ആ പടം പിടിച്ചത്. BGM ഇറക്കിയേക്കണേല് മറ്റേ ഇതുണ്ട് ഇമോഷണൽ ട്രാക്ക് 4 തുടങ്ങിയിട്ട് അതിന്റെ 3 ഇമോഷണൽ ട്രാക്ക് എത്തമാരുണ്ടാവും. മറ്റിങ്ങനെ വണ്ടിങ്ങനെ നടന്നിട്ട് മുകളിലേക്ക്. പക്ഷേ വനിതയില് രാവിലെ 6 മണിക്കാണ് ലോക്ക് ചെയ്തേക്കുന്ന ടിക്കറ്റ്. രാവിലെ പടങ്ങാണ്. ഞാൻ ആകെ ഒരു പടം മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് ഞാൻ മറ്റേ 2018 എന്ന് പറഞ്ഞ ഫിലിമാണ് ഞാൻ കണ്ടത്. അത് ഉറക്കപ്പിച്ചിൽ പോയിരുന്ന് പടം കണ്ടിട്ട് ആ മുകളിലേക്ക് വെടിവെക്കുന്ന സീൻ ഉണ്ടല്ലോ മറ്റേ ആ ഒരു സാധനം വന്നപ്പോ എന്റെ ഉറക്കം പോയി. അങ്ങനത്തെ ഒരു പടം. പിന്നെ പടം ഫുള്ള് ഹൈലായിരുന്നു. അതാണ് ആ പടത്തിന്റെ ക്വാളിറ്റി. ഞാൻ പോയിട്ടുണ്ട് പോയിട്ടുണ്ട്. സിനിമ എമ്പുരാൻ ഇതൊക്കെ ഞാൻ പോയേക്കണം രാവിലെ. ലിയോ ബുക്ക് ചെയ്തതാണ്. പക്ഷെ അന്ന് ചെറിയ പനിയായതുകൊണ്ട് പോകാൻ പറ്റില്ല. ലിയോ ഭയങ്കര 2 ദിവസം ലിയോ ഇതേപോലെ ആദ്യത്തെ ഷോ ഉണ്ടോ? പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. എനിക്കിപ്പോഴും വിജയന്റെ ഏറ്റവും ഫേവറേറ്റ് മൂവിയിലുള്ള എനിക്ക് വിജയുടെ മാത്രമല്ല ലോകേഷിന്റെ ഏറ്റവും ഫേവറേറ്റ് മൂവി. കുറെ പേർക്ക് അതിന്റെ സെക്കൻഡ് ഹാഫ് വലിയ ഇഷ്ടപ്പെട്ടില്ല. കാരണോന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ അതിനുശേഷമുള്ള പടമാണ് വാർത്ത്. കാരണം വാർത്ത് ഫസ്റ്റ് ഷോ ഇവിടെ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അതിന് പോയ ഫസ്റ്റ് ഷോ ഇതിനെ പോണം കൂലിക്ക് പോണം. 11 മണിക്ക് ഇറങ്ങിയിട്ട് 1 മണിക്കൂർ തന്നെ വാർത്തൂന് ഷാറുഖ് സൽമാൻ ജി ഒക്കെ ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് പടത്തിന്. അതുപോട്ടെ NTR ഇല്ലേ? NTRന്റെ ആക്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. RRR കണ്ടപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. കാരണം ഇതിന്റെ പ്രീ റിലീസ് നടന്നപ്പോഴും അത്യാവശ്യം നല്ല റിപ്പോർട്ടാണ് വന്നത് പടത്തിന്. അധികം ഉണ്ടാവും. കുറച്ച് കത്തി, കുറച്ച് ദേശഭക്തി, കുറച്ച് മസില്, ഇതൊക്കെ പരിപാടി മെയിൻ പരിപാടി എന്നൊക്കെ തന്നെ. പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു പുതുമയായിട്ട് ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഉണ്ടാവും. ഇപ്പൊ ഈ മലയാള സിനിമ ലാസ്റ്റ് ഇറങ്ങിയതിന് അധികം നല്ല ഫിലിംസ് ഉണ്ടായിരുന്നു. ഫിലിംസ് ഉണ്ടായത് മാത്രമല്ല ഇപ്പൊ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് അധികം ഇതില്ല. മറ്റേ അവാർഡിനൊക്കെ പോയേക്കുന്ന ഒരു പടം. ഏതാണ് പടത്തിന്റെ പേര് അതിന്റെ നമ്മുടെ റൈഫിൾ ക്ലബിലൊക്കെ ഉള്ള ഒരുത്തന്നെ മറ്റേ ഇതിന്റെ താക്കോൽ എവിടെയെന്ന് വെച്ചിട്ട് കൊണ്ടോട്ടിക്കില്ല വിളിച്ചിട്ട് അവന്റെ പടമാണ്. അവൻ വന്നിട്ട് ഇത് പറയണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മറ്റേ ന്യൂസിലെന്തോ വന്നിട്ട് പറയണ്ടായിരുന്നു സിനി പോലീസിലെ പോയി കണ്ടത്. സിനി പോലീസിൽ ഇതിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ ഇത് മെയിനായിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലാണ് മെയിനായിട്ട് പടം പോണേന്ന് പറയുന്നത്. അവിടെ ചെന്നപ്പോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സൗണ്ട് കുറച്ച് വെച്ചേക്കുന്നു. അപ്പൊ അയാൾ അവിടെ പോയിട്ട് പുള്ളി പോയിട്ട് ചോദിച്ചിന്നോട് സൗണ്ട് അതാ കൂട്ടാക്കി. അപ്പൊ പറഞ്ഞു പഴയ സ്പീക്കറാണ് ഇത്ര സൗണ്ട് ഇടാൻ പറ്റുള്ളൂ. പുള്ളി വന്നിട്ട് സെക്കൻഡ് ഹാഫ് ആയപ്പോ പുള്ളി കുറെ അവിടെ വന്നിട്ട് പറഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് ഇൻട്രോന്ന് പോയിട്ട് പുള്ളി സംസാരിച്ച സെക്കൻഡ് ഹാഫ് സൗണ്ട് കൂട്ടിയിട്ടു. സൗണ്ട് കൂട്ടിയിട്ടു. പക്ഷെ പിറ്റേ ദിവസം ആയപ്പോ പിന്നെ അതുപോലെ തന്നെ സൗണ്ട് കുറച്ചിട്ടാ. പുള്ളി എന്നിട്ട് പറയണേന്ന് ആരും മറ്റേ സിനി പോളിസി പോയി കാണേണ്ട ആവശ്യമൊന്നുമില്ല, അവിടെ ശബ്ദവും സോങ്ങും പറഞ്ഞിട്ട്. പിന്നെ മറ്റേ സൂ ഫ്രം സോ എന്ന് പറഞ്ഞിട്ട് അത് അടിപൊളി പടമാണ്. ഇതെന്താ പറ്റിയെന്നറിയോ? ആ പടത്തിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. എല്ലാരും ഓവർ ഹൈപ്പ് കൊടുത്ത് വെക്കണേന്ന്. പടം വെറുതെ ഗംഭീരമാണ്, ചിരിച്ചു പറയാം. പക്ഷെ
ഈ ഹൈപ്പ് ചിലവരുടെ ഞാൻ cinema കണ്ടപ്പോ എനിക്ക് ഫീൽ experience ചെയ്ത മറ്റേ നമ്മള് പോയ പ്രിയദർശന്റെ അവിടെ ഒക്കെ ഇരുന്ന് കാണുമല്ലോ, കുറെ ക്യാരക്ടേഴ്സ് വരും, അവര് പെർഫോം ചെയ്ത് പോകും. അങ്ങനത്തെ എനിക്ക് പെർഫോമൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ എല്ലാരും പറഞ്ഞ് ഹൈ ആക്കിയതുകൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് അങ്ങോട്ട് എക്സ്പെക്ടേഷൻ ഈ സിനിമ എക്സ്പീരിയൻസ് എക്സ്പെക്ടേഷൻ എനിക്ക് അതിന്റെ ഭയങ്കരമായിട്ട് മറ്റേ ഇപ്പൊ കർണാടക നടക്കുകയെന്നുണ്ടെങ്കിലും കേരളമായിട്ട് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ളത് നമ്മൾ വിചാരിക്കുന്നത് കേരളത്തിൽ തന്നെയാണ്. പിന്നെ ആ സ്വാമി മറ്റേ ഋഷഭ് ഷെട്ടി, രാജ്ബി ഷെട്ടി, അദ്ദേഹം നൈസായിട്ട് തന്നെ ക്യാപ്റ്റൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്നെ ഡബ് ചെയ്തൊക്കെ അതിന്റെ കുറച്ച് രസങ്ങളുണ്ട്. പ്രോപ്പറായിട്ട് മലയാളം അല്ല, എന്നാലും ഒരു ഹ്യൂമർ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു മലയാളം. അത് ഇല്ല അത് OTT-ൽ ഇറങ്ങി. അതല്ല തിയേറ്ററിൽ കണ്ട് OTT-ൽ ഇറങ്ങിയിട്ട് പിന്നെ ആ മലയാളം ഡബ് കാണാനായിട്ട് മലയാളം ഡബ് ഡബിങ് ഷോക്കാണ്. തമിഴ് തന്നെ ഫുള്ള് നന്മപ്പെടുമെന്ന് പറയണ്ടല്ലോ. അതിൽ വന്നൊരു പോണവരെല്ലാരും നന്മയുടെ പോസിറ്റീവ് വൈബാ. ഇപ്പൊ ചില സിനിമയിലുണ്ട് ഈ പണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഈ പാവപ്പെട്ടവരെ കാണുമ്പോ ചെറിയൊരു പുച്ഛം തോന്നല്, ചെറിയൊരു ഇത് കളിയാക്കി പറയല്, മാറി നേരം കളിയാക്കി പറയും. അവരുടെ വയസ്സിൽ ഇപ്പൊ വല്ലതും തൊടാൻ നേരത്ത് ഇതൊന്നും കണ്ടിട്ട് ആ ഒരു ഇതാണ്. പക്ഷെ ഇതിലങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഈക്വലും ആ ഒരു പോസിറ്റീവ് വൈബിൽ അവിടെ പോണ വില്ലന്മാരെന്ന് പറയാൻ ആരുമില്ല, എല്ലാവരും നന്മ നിറഞ്ഞ ആൾക്കാർ. വേറെ ഇനിയിപ്പോ ദുൽഖറിന്റെ പടമൊക്കെ ഇറങ്ങണമല്ലോ ഇനിയിപ്പോ. ആ ദുൽഖറിന്റെ മൊത്തം ഹിന്ദി കന്നഡ പടങ്ങളാണ് ഇറങ്ങുന്നത്. കന്നഡ പടം സെറ്റായിരിക്കും. അവരിപ്പോ അവിടെ ഒരു നല്ലൊരു സ്റ്റാർ എന്നുള്ള രീതിയിലേക്ക് വന്നു. മിനിമം കയറ്റി ഇപ്പൊ റെട്രോ പടങ്ങളാണെങ്കിലും ദുൽഖറിന്റെ റെട്രോയിൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അതുകൊണ്ടാണ് അതാണ് ഇപ്പൊ ഫുള്ള് പിടിക്കണ എല്ലാം റെട്രോ മൂടാണ്. മറ്റേ ലക്കി ഭാസ്കർക്ക് വെറുതെ കഥയില്ലെങ്കിലും കഥ ഉണ്ട്, അടിപൊളി കഥയാണ്. പക്ഷെ എന്നാലും അവന്റെ ആ ഒരു കോസ്റ്റ്യൂംസും ഇതൊക്കെ നമുക്ക് നോക്കി മലയാളത്തിൽ എടുത്തതിനായിട്ട് കൂടുതൽ തമിഴ്, കന്നഡ, ഹിന്ദിയിലൊക്കെ പോയിട്ടാണ് റൊമാൻറ്റിക് മൂവീസ് ഹിറ്റ് ആക്കിയിട്ടുണ്ട്. മലയാളത്തിനായിട്ട് കൂടുതൽ പുള്ളിക്ക് ഫ്ലോപ്പ് പടങ്ങൾ കുറവാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള നടന്മാരുടെ മലയാളത്തിൽ വെച്ച് നോക്കുമ്പോഴാണ് ഫ്ലോപ്പ് കൂടെ കൂടും. മറ്റേ ഇത് മലയാളം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലോപ്പ് ഇല്ല എന്നുള്ള രീതിയിൽ വരും. അങ്ങനത്തെ രീതിയിലാണ് പുള്ളി അത്യാവശ്യം ഇൻഡസ്ട്രിയിൽ തുടക്കം തന്നെ ഓക്കെ കൺമണി, മറ്റേ 100 Days of Love, അങ്ങനത്തെ പടങ്ങളൊക്കെ അല്ലായിരുന്നു. ഓക്കെ കൺമണിയൊക്കെ എന്താ ഇതിലും പടമല്ലായിരുന്നു. അതെവിടെ വന്നത് ഹിന്ദിയിലോട്ട് പിന്നെ റീമേക്ക് ചെയ്ത ചെയ്തല്ലോ. മറ്റേ ആഷിഖിറ്റൂല ഈ സയ്യാരെ ഞാൻ പറയുന്നത് എനിക്ക് അങ്ങനത്തെ മൂവീസ് ഇഷ്ടമാണ്. ഈ മ്യൂസിക് റൊമാൻറ്റിക് മൂവീസ് എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്കത് വർക്കൗട്ടായി. എനിക്കും കുറച്ച് വർക്കൗട്ടായി. അതാണ് അങ്ങനത്തെ ഇഷ്ടമുള്ള തിയേറ്ററിൽ നിന്നിട്ട് പോകണാണ്ട് സയ്യാരാണ്ടിട്ട് ഓർമ്മിപ്പിക്കല്ലേ അത്. അതെ കറക്റ്റ് ആ ടൈമില്ലേ എനിക്ക് മറ്റേ ഓർഡർ വന്ന 2 സൗണ്ട് ഞാൻ അറിയാണ്ട് ഫോണിലേക്ക് നോക്കി. അപ്പൊ ആ ഒരു പോസ്റ്റല്ല ഡയലോഗ് എനിക്ക് കേൾക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ തിയേറ്ററിൽ നോക്കിയപ്പോ ആടുജീവിതം കണ്ടപ്പോ തന്നെ കുറെ പേര് മറ്റേ മറ്റേ കരച്ചിലായിരുന്നു, എങ്ങനെയായിരുന്നു. പക്ഷെ ഇത് ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ കരച്ചില് ഇങ്ങനെ പറയണ ഞാൻ ആദ്യമായിട്ടാണ്. അതിന്റെ അടുത്ത് കുറെ പേര് ആശ്വസിപ്പിക്കാനുണ്ടായിരുന്നു. ഞാനപ്പോ വിചാരിച്ചു എന്റെ പൊന്ന് ഇത്രയും ആ ഒരു ഡയലോഗ് എന്താ, ഞാനിപ്പോ പ്രാവശ്യം കൂടി ഇനി പോറ്റിട്ട് വരുമ്പോ ആ ഡയലോഗ് എന്താണെന്ന് കണ്ടിട്ട് എനിക്കും കാര്യമാണ്. ഈ സിനിമ കണ്ടിട്ട് ഇമോഷണലാണ് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. ആ സീനില് ഡയലോഗ് ഉണ്ട്. അവൻ കൂട്ടുകാരനോട് അവളെ പറ്റി പറയണ ആ ഒരു സീനിലാണ് എല്ലാരും കൂടി തേങ്ങിക്കറിയാണ് എനിക്ക്. പിന്നെ ക്ലൈമാക്സിലെ ആ ഒരു സീനും കണ്ടിട്ട് ഇങ്ങനെ ആദ്യമായിട്ട് ആടുജീവിതം കണ്ടിട്ടോടുകൂടി ടീമുകൾ ഇങ്ങനെ കറിയാണ് ഞാൻ കണ്ടിട്ടില്ല. അത് ജെൻസിപ്പിളെയും കുറച്ചധികം ഇമോഷണലി ഹുക്ക് ആവുമെന്ന് എനിക്കറിയാൻ പോകണം. പറയാത്തത് ഇത് ലവില് കോൺട്രവേഴ്സി ഉണ്ട്. കോൺട്രവേഴ്സി ഇല്ല സിനിമയുടെ കണ്ടന്റില്. കണ്ടന്റ് ഇപ്പൊ നോർമൽ ടെംപ്ലേറ്റ് ആണ്. ഈ ആൽബത്തിലൊക്കെ വന്ന പോലെ തന്നെ ടെംപ്ലേറ്റ് തന്നെയാണ്. ഒരു പ്രണയം, അതിന്റെ ഒരു പ്രണയം വന്ന വഴി നോക്കണ്ടേ. പ്രണയം വന്ന വഴി നമ്മൾ കണ്ടത് പ്രേമം തോന്നാൻ അധികം നേരമൊന്നും വേണ്ട. കുറച്ച് സെക്കൻഡ് മതി. മറ്റേ ന്യൂസ് അറിയിട്ടില്ലേ, ബസ് ഇങ്ങനെ വളക്കട വളവ് കണ്ടിട്ട് പ്രേമമൊക്കെ ഇങ്ങനെ
ലവ് അറ്റ് ഫസ്റ്റ് സീറ്റ് കേട്ടിട്ടില്ല. പ്രേമടുത്ത് ബസ്സുകളൊക്കെ ഇതുപോലെ അങ്ങനെ ഒരു പരമ്പര ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനല്ല, ഫോണില്ലാവുന്നാണ് നമ്മ വിചാരിക്കണ. ചിലപ്പോ അവിടെ നിങ്ങടൊക്കെ ഫോണില്ലാവും, ചിലപ്പോ നമ്മുടെ ഫോണില്ലാവും. ഇത് നമ്മുടെ കയ്യിലിക്കിടാറില്ല. അതിപ്പോ ഇപ്പൊ നീ എന്നെ ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ എന്താ പറയണ പ്രശ്നം എന്താ വെച്ചാ വള്ളി ടീമുകൾക്കായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ ചിക്ക് സെറ്റാണ് അങ്ങനെ സംഭവിക്കണേ. നല്ല ആൾക്കാര് അപ്പുറ സൈഡിലുള്ള, പക്ഷെ എന്നാലും ഇവർ തെരഞ്ഞു പിടിച്ചിട്ട് പ്രേമിക്കണെല്ലാം നല്ല വള്ളി പിടിച്ച ടീമുകളൊക്കെ ആയിരിക്കും. എന്നിട്ട് അവരതീ ദൂരി വരാൻ വേണ്ടിട്ട് ലാസ്റ്റ് താങ്കളുടെ കൂട്ടത്തിലുള്ള കൂട്ടുകാരന്മാർക്കുള്ള ചിക്കുകള്, കൂട്ടുകാരന്മാര് ചിക്കുള്ള ഞാൻ രണ്ട് ഇത് പറയണാണ്. കൂട്ടുകാരന്മാരെ പെർസ്പെക്റ്റീവ് എന്നും പറയണാണ്, കൂട്ടുകാരിമാരുടെ പെർസ്പെക്റ്റീവ് എന്നും പറയണ. നല്ല നല്ല ചെക്കന്മാരും പെൺപിള്ളേരും ഉണ്ടാവും, പക്ഷെ പോയി വീണതെല്ലാം ചതിക്കുഴികളിലായിരിക്കും. ലാസ്റ്റ് കൈ കാണിട്ടടിച്ച് നമുക്കൊരു അല്ല ഇതിന്റെ നല്ലൊരു ശതമാനം പറഞ്ഞേ, നല്ലൊരു ശതമാനം ഉണ്ടെന്നാലും നമുക്ക് ലാസ്റ്റ് സങ്കടം തോന്നും. പിന്നിപ്പോ എന്ന് പറഞ്ഞ രണ്ടിനപ്പോ തന്നെ മറ്റേ പീഡന കേസും അതും ഇതൊക്കെ നടക്കണ. എന്താ പറയണ, അവനോട് കുശുമ്പ് തോന്നുന്നുണ്ടല്ലേ അതിന്റെ സങ്കടം എന്ന് പറയുമ്പോ. കുശുമ്പിന്റെ പെർസ്പെക്റ്റീവില് കുശുമ്പല്ല, എനിക്ക് അതിനേക്കാളെ കൂടുതൽ സാധാരണ കുശുമ്പ് പറയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ചെയ്യണേ അല്ല, ഇങ്ങനെ പെട്ടുപോണ ടീമുകളോട് അതിപ്പോ ഇതൊക്കെ ഉള്ളത് അതോരോരുത്തർ സ്കില്ല്, അത് സ്കില്ലില്ലാത്ത അതിന്റെ പേരിൽ നമ്മ കുശുമ്പ് വെച്ചിട്ട് കാര്യമില്ല. അത് നമ്മ അംഗീകരിക്കാം, കഴിവുള്ളവരെ അംഗീകരിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പൊ അങ്ങനെ കുറച്ച് ഇത് നടക്കണ്ട്. ഇതിന് നല്ല സൈഡുണ്ട്, ചീത്ത സൈഡുണ്ട്, അത്ര ഞാൻ പറയണുള്ളൂ. ഇതിന്റെ അപ്പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അടിയിൽ തെറിവിളി വരും. സേഫ് സോണിൽ നമുക്ക് എനിക്ക് പക്ഷെ നമ്മുടെ ലൈഫിലുണ്ട് കുറെ അൺഫിനിഷ്ഡ് കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ലൈഫില് ഏറ്റവും നല്ല മെമ്മറീസ് ഒക്കെ ശരിയല്ലേ? ശരിയാ, നടക്കാണ്ട് പോണ കാര്യങ്ങളായിരിക്കും കുറച്ചുകൂടി അൺഫിനിഷ്ഡ് സ്റ്റോറീസ് ആണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും നല്ല മെമ്മറീസ്. നമ്മ ഏറ്റവും കൂടുതൽ ഒരു ദിവസം കിടക്കാൻ നേരത്ത് ഇപ്പൊ ആഴ്ചയിൽ തന്നെ ഒരു ദിവസം എന്തായാലും അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചെങ്കിലും പോകും നമ്മുടെ അൺഫിനിഷ്ഡ് സ്റ്റോറീസ് ഇല്ലേ? ഏറ്റവും ലൈഫില് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ലൈഫ് ടൈം, ഒരു ചെറിയ ഷോട്ട്, ഇപ്പൊ 2 മാസം ഇരിക്കാം, ചിലപ്പോ 1 കൊല്ലം ഇരിക്കാം. ആ ഒരു ടൈം പീരീഡ് എന്ന് വെച്ചാൽ ലൈഫിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സ്ഥലം ടൈം തന്നെ ആയിരിക്കും. അങ്ങനെ സംഭവിക്കാറുണ്ട് ഇല്ലേ? ഞാൻ ഇടയ്ക്ക് അതിനെ പറ്റി ആലോചിക്കാറുണ്ട്. നമ്മുടെ ലൈഫിലെ ഏറ്റവും അടിപൊളി സമയം. അല്ല, പിന്നെ മറ്റേ ഇതുണ്ട് നമ്മുടെ ലൈഫിലേക്ക് ആൾക്കാർ വന്നതും പോണതിനെ പറ്റിയിട്ടൊക്കെ. അപ്പൊ ചിലപ്പോ എന്റെ ലൈഫിൽ അങ്ങനെ കുറെ പേര് ഇങ്ങനെ വന്ന് പോയിട്ടുണ്ട്. നമ്മ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് നമുക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ട് വന്ന ആൾക്കാരുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് വന്നിട്ട് നല്ല പണി വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ആൾക്കാർ നമ്മുടെ ലൈഫിൽ വരും പോകും. അത് ഓരോ ലെസൺസ് ആയിട്ട് എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിപ്പോ എന്തായാലും പറയണ, ഇപ്പൊ +2 തൊട്ടിട്ട് ഞാനിങ്ങനെ ഒരു ടൈമിൽ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഞാൻ ഇതേപോലെ അലോട്ട്മെന്റ് ഇട്ടായിരുന്നു. അലോട്ട്മെന്റ് ഇട്ടിട്ട് മരട് സ്കൂൾ വെച്ചിട്ട് നേരെ മാറാടി എന്ന് പറഞ്ഞ സ്കൂളാണ്. 40 കിലോമീറ്റർ. അപ്പൊ ഞാന് ഇവിടുന്ന് ഇങ്ങനെ പോവാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും എന്ന് വെച്ചാൽ എനിക്ക് ആകെ ആ ടൈമിലാകെ എറണാകുളം ബസ് കയറിയിട്ട് എറണാകുളത്തേക്ക് പോലും വന്നിട്ടില്ല. ബസ് കയറിയിട്ട് ആകെ ഫോട്ടോ വെച്ച് അവിടേക്ക് കിടന്ന് കളിക്കണം. അപ്പൊ ഇങ്ങനെ അലോട്ട്മെന്റ് കിട്ടിയപ്പോ ഞാനിങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്യും എന്നുള്ളത്. മരട് സ്കൂളിൽ ചെന്നപ്പോഴാണ്, മാങ്കായി സ്കൂളിൽ ചെന്നപ്പോഴാണ് പറഞ്ഞത് സ്ഥലം മാറിപ്പോയി, ഇവിടുന്ന് ഒരു 44 കിലോമീറ്റർ ഉണ്ട്. ആ ടൈമില് എന്തോ പോലെ അതേപോലെ മിസ്റ്റേക്കിൽ വേറൊരു ടീം കൂടി അവിടെ വന്നു. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൈവറ്റ് സ്കൂളിൽ പോകണ്ടായിരുന്നു. അതുകൊണ്ട് അവരായിട്ട് നേരെ ഓട്ടോ പിടിച്ച് അവിടെ പോയിട്ട് അലോട്ട്മെന്റ് ഓക്കെ ആക്കി. പിറ്റേന്ന് ഞാനിവിടെ നോമ്പിന്റെ സമയമാണ്. രാവിലെ ഇവിടുന്ന് ഒരു 5:30 പോണം, അവിടെ 10 മണിക്ക് അടുത്തണം. ഞാൻ ബസ് ചെയ്ത് കരഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട്. വേറൊരു ബസ് കയറി ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യും, എല്ലാ ദിവസവും മാറ്റി പോയി വരാൻ പറ്റും. 5 മണിക്കൂർ ഇറങ്ങിയിട്ട് പ്രൈവറ്റ് എടുക്കണം. പ്രൈവറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ പൈസയാണ്. ഡെയിലി വീട്ടിലെ സാമ്പത്തിക സ്ഥിതി കുറച്ച് മോശമാണ്. അപ്പൊ എന്തോ ലാസ്റ്റ് ഒരു ഇതുപോലെ അവിടെ എത്തിയപ്പോ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഒറ്റപ്പെടാതിരിക്കാനായിട്ട് വേറൊരു മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചിയിലുള്ള ഒരു ഫ്രണ്ട്, പേര് ഞാൻ ഇപ്പൊ മറന്നുപോയി, ആ കുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ അതും കൂടി ഉള്ള കാരണം തിരിച്ചു വരാനും
ട്രാൻസ്ഫർ വെക്കാനും പിന്നെ കിട്ടാനൊക്കെ ചാൻസ്. അതുപോലെ ഓരോ ഡിഫിക്കൽട്ട് ടൈമില് ആരെങ്കിലും ഒരാള് വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ ട്രാൻസ്ഫർ ആക്കാൻ പറ്റില്ല സുഹേല് ഒരെല്ലാം കഴിഞ്ഞിട്ട് കയറും വേറെ എന്തെങ്കിലും ക്യാൻസൽ ചെയ്താൽ പക്ഷെ അങ്ങനെ വെച്ചോണ്ടിട്ട് എനിക്കൊരു ഭാഗ്യം കിട്ടി. ഗവൺമെന്റിൽ പഠിക്കാൻ പറ്റി. നല്ല സ്കൂളിൽ തന്നെ SR സ്കൂളിൽ നല്ല കുറച്ച് ഫ്രണ്ട്സ്. പണ്ടത്തെ ഫോട്ടോ അതന്നെ സർവീസ് ഉണ്ടായിരുന്നു രണ്ടുപേര്, അല്ലനും വിഘ്നേഷും. ഫോട്ടോ അവിടെ പഠിച്ചിറങ്ങിയ ആൾക്കാർക്ക് SR നോക്കുമ്പോ ഒരു രോമാഞ്ചം. എല്ലാവർക്കും നല്ല ഭൂരിഭാഗം ഉണ്ടാവും. ഇറ്റ്സ് നോട്ട് എ സ്കൂൾ, ഇറ്റ്സ് എ ഫീലിംഗ്. ഓക്കെ, ഞാനിപ്പോ അതിലെ പോകുമ്പോഴും സ്കൂളാണെന്ന് ഇങ്ങനെ പയ്യൊന്ന് നോക്കിയിട്ട് ഒന്ന് നൊസ്റ്റാൾജിച്ചിട്ട് പോവാറ്. എന്താണ് കാരണം ഇവിടെ അതിനേക്കാളും കൂടുതൽ സ്കൂളിൽ പഠിച്ചു വെച്ചത്. അതിനേക്കാളും എനിക്ക് കുറച്ചുകൂടി ഇമോഷണലി കണക്ട് 2 കൊല്ലം പഠിച്ചിട്ട് ആ സ്കൂളായിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മുടെ ലൈഫിലെ ഏറ്റവും മോസ്റ്റ് പ്രഷ്യസ് പീരീഡ് ആണ് ഈ +1 +2. 10ാം ക്ലാസ് വരെ നമ്മ ഒന്നും അറിഞ്ഞൂടാ, നമ്മ ജസ്റ്റ് ഒരു പഠിച്ചു പോണൊരു ടൈം പീരീഡാ. പക്ഷെ ഭൂരിഭാഗം ആൾക്കാർക്ക് ചോദിച്ചാലും +1 +2 ആണ്. ഇപ്പൊ ഒരു 100 എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 75% ആൾക്കാരും പറയണം +1 +2 കാലഘട്ടമാണ് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഒരു 10% ആയിരിക്കും 10ാം ക്ലാസ് വരെയുള്ള പീരീഡ് പറയണത്. ബാക്കിയുള്ള ആൾക്കാരാണ് ഈ കോളേജ് ലൈഫാണ് ഏറ്റവും അടിപൊളി എന്ന് പറയണം. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഈ +1 +2 ലൈഫായിരിക്കും ഏറ്റവും അടിപൊളി. കാരണം നമ്മുടെ ഹോർമോൺ നോക്കണെങ്കിൽ നമ്മുടെ ഹോർമോണും ചേഞ്ച് ആവുന്ന ഒരു ടൈം പീരീഡ് ആണ്. കുറെ പേര് പരിചയപ്പെടാൻ, എനിക്കൊക്കെ ആദ്യം ആൾക്കാരെ പരിചയപ്പെടാനൊക്കെ ഭയങ്കര ചമ്മലൊക്കെ. ഷെയ്ക്കാൻ്റെ കൊടുക്കാനും കൂടി എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഒരാളെ കണ്ട ഷെയ്ക്കാൻ്റെ കൊടുക്കുക എന്നുള്ളത് വരൂലായിരുന്നു. പക്ഷെ നമ്മ സ്കൂളിൽ പോയി പുതിയ ആൾക്കാരൊക്കെ വരുമ്പോ അവരെ പരിചയപ്പെടാൻ വേണ്ടിട്ട് നമ്മ ഓട്ടോമാറ്റിക് അങ്ങനെ അതുകൊണ്ട് മറ്റേന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കുടുംബം പോലെ പെട്ടെന്ന് നമ്മ അതിലേക്ക് അഡാപ്റ്റ് ആവാൻ വേണ്ടിട്ട് നമ്മ ചിലപ്പോ നമ്മ വേറെ പല പല കാര്യങ്ങളൊക്കെ എന്നുവെച്ചാ ദുനിയാവെന്നുള്ള ഒരു മാർക്കറ്റിലെ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മ. അപ്പൊ നമ്മ മറ്റുള്ളവരിലേക്ക് നമ്മ ഒരു ആഡ് ചെയ്യണ പോലെയാണ് നമ്മ ആൾക്കാരോട് പെരുമാറുന്നത്. അപ്പൊ അത് കണ്ടിട്ടായിരിക്കും ചിലപ്പോ ആൾക്കാർ നമ്മൾ അപ്രോച്ചബിൾ ആണോ, നമ്മളോട് കമ്പനി കൂടണോ. അപ്പൊ നമ്മ അതൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് +1 +2 കാലത്തിലാണ്. നമ്മുടെ നല്ലൊരു സൈഡ് നമ്മ ആൾക്കാരിലേക്ക് പ്രൊജക്ട് ചെയ്ത് കാണിക്കണ ഒരു ടൈമിലേറ്റവും കുറെ പേരെ പരിചയപ്പെട്ടത് അങ്ങനെയാണ് പുറത്തുനിന്നുള്ളത്. നമ്മുടെ ബിഹേവിയർ മാറും. കാരണം നമ്മുടെ കൂട്ടത്തിലുള്ളവര് ഇതാവുന്നതനുസരിച്ച് നമ്മളെ മാറ്റി ഇതാവും പോകും. കാരണം ഇത്ര നാള് വന്ന പോലെ ആയിരിക്കില്ല നമ്മ +1 +2 നമ്മ ഒരുവിധം എല്ലാരും ഒരു വീട്ടില് പെരുമാറുന്ന പോലെയാണ് പുറത്തിറങ്ങുക പെരുമാറില്ല. അതിങ്ങനെ സ്വിച്ച് ഇട്ടാലേ മാറും. അത് നമ്മ പഠിക്കണ സ്കൂളിലെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഞാൻ ഇടപഴകണ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടർ ആയിട്ടാണ്. പക്ഷേ SRV അവിടെ കുറച്ചുകൂടി സോഷ്യലാണ്. കോളേജിൽ പറയേണ്ടത് മറ്റേ അവര് അങ്ങനെ കണ്ട് പെട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വീട്ടില് വേറെ രീതിയിലാണ്. വീട്ടില് കുറച്ചുകൂടി മെച്ചൂരിറ്റി വിതരണം. അതായത് കുറച്ച് നമ്മ വിചാരിക്കുമ്പോഴൊക്കെ കാര്യങ്ങൾ അപ്പൊ പലയിടത്തും നമ്മ പലതുമാണ്, പലർക്കും പലതുമാണ്. അപ്പൊ അതന്നെ ഞാനപ്പോ കുറച്ചു ദിവസം ഞാൻ ഇങ്ങനെ ആലോചിച്ചാണ്. എന്റെ കൂട്ടുകാരന്റെ ഫോണിനകത്ത് എന്റെ പേര് സേവ് ചെയ്തിങ്ങനെ തടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനല്ല, ഞാനപ്പോ വേറൊരുത്തന്റെ പേരിച്ച് ഫോണിൽ നോക്കിയപ്പോ ഗണബി എന്നാണ് സേവ് ചെയ്ത് വെച്ചേക്കണത്. അങ്ങനെ ഓരോരുത്തരുടെ ഫോണിൽ ഓരോ പേരാണ് സേവ് ചെയ്ത് വെച്ചേക്കണത്. ഞാൻ ആസിങ്ങനെ വിചാരിച്ചു എത്ര പേരുണ്ട് എനിക്കിപ്പോ. എത്ര പേരുണ്ട്? നിനക്ക് എത്ര പേരുണ്ട്? അജ്മൽക്ക് ഏന്നുള്ളവരല്ല അജുക്ക എന്ന് പറയുന്നത്. മറ്റേ കോളേജിലെത്തിയപ്പോൾ അജുക്ക എന്നുള്ള സാധനം ഞാൻ വെറുതെ എനിക്ക് 12 പേരുണ്ട്. ചില ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് കിട്ടൂല. അവര് സുഗയിലെന്നാ വിളിക്കുന്നത്. പിന്നെ സുഹൈല്, പിന്നെ സുഹു ബാലഗണപതി എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയൽ ഉണ്ടായിരുന്നു. അതിലെ പയ്യനെ പോലെ ഞാൻ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഗണപതി എന്ന് വിളിക്കുമെന്ന് വിളിച്ചിരിക്കും. ഗണപതി ഷോർട്ടായിട്ട് ഗണപി എന്ന് വിളിക്കുമായിരുന്നു. നീ ഗണേന്ന് വിളിക്കും. എന്തൊരു പേര്. അങ്ങനെ പലയിടത്തും പല പേര് പലത്. പക്ഷെ ഒറ്റൊരാള് അങ്ങനെയുണ്ട്. മാസായി അടിപൊളി. ഓക്കെ ബൈ. വേറെ സുഹേൽ ചേട്ടൻ വിളിക്കും കുറച്ച് പേര്. കോളേജിൽ എന്റെ ഒരു സിസ്റ്റർ അങ്ങനെ വിളിക്കാം, സുഹേൽ ചേട്ടൻ. രണ്ട് എന്താ പറയടാ ഇതാണ്. പക്ഷെ സുഖമുണ്ട് കേൾക്കുമ്പോ.
അപ്പൊ അങ്ങനെ എന്താ നമ്മുടെ ആപ്സും സുഹേൽ ചേട്ടാന്നല്ലേ വിളിക്കണം. മറ്റേ അജി ചേട്ടാ എന്റെ ചേട്ടാന്ന് വിളിക്കുന്നതാണ്. രസം. വേറെ താങ്കളൊന്നും പറയാൻ തുടങ്ങിയായിരുന്നല്ലോ. താങ്കൾക്ക് ഇങ്ങനെ വല്ല വട്ടപ്പേരൊന്നുമില്ലോ? വിട്ടപ്പേരില്ല, അതാ ഞാനിപ്പോ വട്ടപ്പേരില്ലേ ഇല്ല കൂടെ? ഇല്ല ചെലപ്പോ വേറെ വിളിക്കണ്ടാവും. ഇല്ല കാര്യമായിട്ട് എനിക്ക് വട്ടപ്പേരില്ല. ജൂക്ക മാത്രം വിളിക്കാറുള്ളൂ. നീ വെറുതെ സാമ്പിളല്ലേ? കാര്യമായിട്ട് പറഞ്ഞേ ഈ പേടിയായതുകൊണ്ടാണ് അത് പറഞ്ഞൂടെ. എനിക്ക് പേരുണ്ട് മറ്റേ അയ്യോ ഇൻട്രാ ഞാൻ ഇപ്പഴാണ് മറ്റേ CA പഠിക്കാൻ കോളേജിൽ പഠിക്കുന്ന ടൈമില് മറ്റേ എന്റെ ഇപ്പം +1 +2 പഠിച്ചവന്മാരെ എന്നെ ചാറ്ററെ വിളിക്കണം. നീ എന്താ പെൺപിള്ളേരായിട്ട് ചാറ്റ് ചെയ്താണ് ചാറ്ററെ. എന്റെ കൂട്ടുകാരുണ്ട്, അവരാ സ്കൂളില് പാപ്പിന്നാണ് വിളിച്ചു. അഫ്താദ് ലാസ്റ്റ് വിളിച്ച് എല്ലാരും പാപ്പി എന്നാണ്. ലാസ്റ്റ് വിളിച്ചിട്ട് ഇവൻ അഫ്താദ് നയിക്കില്ല പറഞ്ഞു. എടാ പാപ്പിയാ വിളിക്കണം പറഞ്ഞു. കാരണം അത് രജിസ്റ്റർ ആയി പോയി. അവന്റെ വീട്ടിലും പാപ്പിന്നാ വിളിക്കണത്. അങ്ങനെ +1 +2 മാത്രമേ ചാറ്റർ എന്നുള്ള സാധനമാണ്. +1 +2 മാത്രമേ ചാറ്റർ ആ ഒരു സാധനം. കുറെ പേർക്ക് അങ്ങനെ പേരുണ്ട്. പിന്നെ എന്നെ +2 വെച്ചൊരു ജൂനിയർ ഒരു പെങ്കൊച്ച മാത്രം റെഡ് മളവാള അതെന്താ മലയാളം മുസ്ലിം എല്ലാം മളവാള മത്സരത്തിന് വേണ്ടി സ്കൂളിൽ കപ്പ് കിട്ടി സെക്കൻഡ് റെഡ് കോട്ടായിരുന്നു തപ്പിട്ട്. അപ്പൊ അതിനുശേഷം റെഡ് മളവാള ഇങ്ങനെ ഒറ്റപ്പേരൊക്കെ വന്നൊക്കെ ചിലതല്ല. പക്ഷെ ബോഡി ഷേമിങ് പരമായിട്ട് വരുമ്പോ അത് അവർക്കൊരു ട്രോമയ്ക്കും. എന്റെ ഒരു കൂട്ടാണ് ഇതേപോലെ അവന്റെ പല്ലിനെ വെച്ചിട്ട് കളിയാക്കി വിളിക്കുമായിരുന്നു. അപ്പൊ അത് ആദ്യത്തെ ആ ടൈമിലൊക്കെ നമ്മ കേൾക്കുമ്പോ വലിയ ഇതില്ല. പക്ഷെ ഇപ്പോഴും അവന് പെട്ടെന്ന് ഒരാൾക്ക് നമുക്ക് അവന്റെ പേര് പറയണം, പക്ഷെ ഇരട്ട പേര് പറയാൻ ബുദ്ധിമുട്ടാണ്. ലാസ്റ്റിന് അത് ചെയ്യുന്നതായി പോവും. പിന്നെ എന്തെങ്കിലൊക്കെ പേരൊക്കെ പറഞ്ഞ് അത് മോശമാണ്. അത് നമുക്ക് ആ ടൈമില് അത് അറിയാൻ പാടില്ല. പക്ഷെ അത് ജനറലൈസ് ചെയ്ത് പോകുമ്പോ എന്നെ തന്നെ തടിയാന്ന് വിളിക്കാണ്ട്. പക്ഷെ അത് ഞാനതായിട്ട് നോർമലൈസ് ആയി പോയി. എനിക്ക് വലിയ വിഷമം തോന്നുന്നു. കൊച്ചിയിലുള്ള പിള്ളേർ എനിക്കും അത് കേട്ടിട്ട് എനിക്കത് വിഷയമായിട്ട് തോന്നുള്ളു. പക്ഷെ അത് നമുക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ അത് വിഷമിക്കുന്ന ആൾക്കാണ്. ഞാനങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇങ്ങനെ എന്നെ വലിയ ബോധം ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ടിട്ട് അത് കേട്ടിട്ട് എനിക്ക് ശീലം. എനിക്കിപ്പോ അങ്ങനെ വിളിക്കുമ്പോ ഇപ്പൊ ഫ്രണ്ട്സിന്റെ വീട്ടിലും ഉമ്മമാരെ എന്നെ അങ്ങനെ വിളിക്കണേ. പക്ഷെ എനിക്കത് വലിയ ഇടങ്ങേറുള്ള. പക്ഷെ ഇടങ്ങേറ് തോന്നണവർക്ക് എനിക്ക് ശീലമായി. വിളിക്കോ എന്തോ എന്താ ഇതൊക്കെ പറഞ്ഞ വിളിയാക്കും. നമുക്ക് ആവേശം. പക്ഷെ ചിലർക്ക് ഇപ്പൊ തടീനെ വെച്ച് കളിയാക്കാൻ എനിക്ക് വലിയ തോന്നല്ലോ. പക്ഷെ വേറെന്തെങ്കിലും കണ്ണ് മൂക്ക് വെല്ലക്കൊച്ചൊക്കെ കളിയാക്കുമ്പോ എനിക്ക് തോന്നണത് എനിക്ക് ബാഡ് ഇംപ്രഷൻ കിട്ടുക എനിക്ക് തോന്നണേ. എന്റെ 2 ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് നമ്മുടെ കോളേജിലെ ഫ്രണ്ടില്ലേ ഡിസൈനിങ് പഠിക്കുന്ന കുട്ടി സ്റ്റോറിയിൽ വന്നിട്ട് പറഞ്ഞ് തടീനെ പറ്റി കളിയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആലോചിച്ചത് ഫീൽ ആവുന്ന ആൾക്കാരുണ്ട്. ചിലര് മാത്രമേ ഈ ചെവി കൂടി കേട്ടിട്ട് ആ ചെവി കൂടി വിടുള്ളൂ. എല്ലാരും നമ്മൾ അത്ര ഓപ്പൺ മൈൻഡഡ് ആയിക്കില്ല. സുഹേലിനൊപ്പം ഇല്ല അത് ചിലരൊന്ന് ചോദിക്കുമ്പോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. തോന്നുന്ന ആൾക്കാരുണ്ടോ ഇപ്പൊ ചില ആൾക്കാരെ കാണുമ്പോ ചോദിക്കണം. പിന്നെ ആ ടൈമില് വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നത് മറ്റേ കോക്കനട്ട് ഫിക്ഷൻ ക്രൈം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആൾക്കാര് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് വീഡിയോ കണ്ടില്ലെങ്കിലും നമ്മട്ട് വന്ന് നോക്കും മോനെ അടുത്ത വീഡിയോ ഇറക്കില്ലേ. വീഡിയോ ഒന്നും കാണാനല്ലോ, കണ്ടിട്ടല്ല വെറുതെ കാണുമ്പോ ചോദിക്കാൻ വേണ്ടിട്ടാണ്. കാരണം ഞാനപ്പോ ആദ്യമൊക്കെ എനിക്ക് പ്രാന്താവരുത് ആൾക്കാര് വെറുതെ ചോദിക്കുമ്പോ എന്നുള്ളത്. പിന്നെ ഞാൻ ആലോചിച്ച് ഇപ്പൊ ഞാൻ മമ്മൂട്ടിയാണെങ്കിൽ ഇക്കടുത്ത പടം ഒന്നാന്ന് ചോദിക്കും. നമ്മ ചെയ്യണതിനെ പറ്റിയിട്ടുള്ള ആൾക്കാർക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഞാൻ സ്വീലായി പോയി. എന്നിട്ട് കണ്ട ആൾക്കാർക്ക് ചോദിക്കാനുള്ള ഇതിനെ പറ്റിയിട്ടാണ്. അപ്പൊ അതിന് ഉത്തരം പറയാന്നുള്ളൂ. ഇപ്പൊ എന്റെ അടുത്തും ചോദിക്കണം കണ്ടന്റ് കുറച്ചാൾക്കാരെ നാട്ടിൽ തന്നാന്നല്ലേ സീനുണ്ട്. നമ്മ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഗൾഫിൽ വിസിറ്റിംഗ് നടത്തി പോയി തിരിച്ച് നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കാണുമ്പോ ചോദിക്കണടാ ഫോണില്ലേ പോവാറായല്ല. ഞാൻ 1.5 കൊല്ലം എത്തിയിട്ട് ഇപ്പോഴും എന്റെ വീടിന്റെ പുറത്തോട്ട് അറിയിട്ടിട്ട് ചോദിക്കും നീ എന്തോ വന്നെന്ന്. അതാണ് 1.5 കൊല്ലം വന്നിട്ട് എന്നിട്ട് ചോദിക്കും. ഇപ്പോഴും ചോദിക്കും നീ എന്തോ വന്നേന്ന്. ചോദിക്കുമ്പോ അവർക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. അങ്ങനെ അത് കിട്ടിട്ട് ഹാപ്പിനെസ് കിട്ടിക്കോട്ടെ. അപ്പൊ പറയാ അടുത്ത ആഴ്ച പറയണം. പിന്നെ അതേപോലെ ഈ പണ്ട് പിള്ളേരെ കാണാണ്ടാവുമ്പോ മറ്റേ വാട്സപ്പിലൊക്കെ മറ്റേ ഫോട്ടോ ഇതാവൂലെ. എന്റെ ഫ്രണ്ട് ഇതേപോലെ
പോയിട്ട് മനസ്സിലായി. അവരിപ്പോ പുറത്തേക്ക് ഇറങ്ങുമ്പോ ആൾക്കാർ പിടിച്ചാൽ വീട്ടിൽ കൊണ്ടാക്കും. ചില കാര്യങ്ങൾ ഇപ്പോഴും കറങ്ങി കളിക്കണ്ടാവില്ല. മറ്റേ ഫ്രൂട്ടിയിൽ മറ്റേ എയ്റ്റ്സ് ഒക്കെ ആയക്ക് ഇപ്പോഴും കറങ്ങി കളിക്കണ്ടല്ലോ. എന്നാന്റെ തൊണ്ടയില് പിന്നുടിങ്ങിയ കുട്ടി. അയ്യോ കോമഡിയാണ് അതൊക്കെ. അതൊക്കെ വാട്സപ്പ് തുടങ്ങിയ കാലത്തല്ലേ വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഒരു ചോദിച്ചു മെയിൻ സാധനം ഈ ഡ്രസ്സിന്റെ കളർ ഏതാണ്? അത് അതാണ് മെയിൻ സാധനം. ഗോൾഡ് നീല് പച്ച. അതിപ്പോഴും എനിക്ക് അതിന്റെ കറക്റ്റ് സയൻസ് കിട്ടിയിട്ടില്ല. അതിന്റെ 2 കളറിലും കണ്ടിട്ടുണ്ട്, നീലായിട്ടും കണ്ടിട്ടുണ്ട്, ഗോൾഡായിട്ടും കണ്ടിട്ടുണ്ട്. അത് എന്തോ ഒരു പരിപാടി ഉണ്ട് അതിനകത്ത്. എടുത്തതാരായിക്കോട്ടെ. പിന്നെ കുറെ ഫോർവേഡുകളുണ്ട് ഇപ്പോഴും പറയല. മറ്റേ നാസയുടെ രശ്മികൾ വന്നിട്ട് ഫോണില് ഇതാക്കാം. എന്റെ മാമി എടുത്ത് മണിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു സാർ. രാത്രി അവൻ ഫോൺ ഓഫ് ആക്കി വന്നോണ്ട് നാസയുടെ രശ്മികൾ വന്നിട്ട് അതിന് ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. ഇത് കുറച്ചാണ് വൈബാവൂ വിചാരിച്ചിട്ട് എനിക്ക് ടെൻഷൻ ഇട്ടിട്ടാ. കാരണം മറ്റേ ഗുഡ് മോർണിംഗ് 2 പ്രാവ് ഇതൊക്കെ അവരുടെ കുഴപ്പം കൊണ്ടിട്ടില്ല, നമ്മ കാണോണ്ടിട്ടാണ്. അവരുടെ ഗ്രൂപ്പിലുണ്ട്. ഞാൻ ആ വൈഫിലേക്കൊന്ന് ഡിസൈൻ ആലോചിക്കട്ടെ. നമ്മ ഏതാൾക്കാരൊപ്പം നാലിച്ചാലും ആരായിട്ടിട്ടുള്ളൂ. ഷെയർ ചാറ്റിന്റെ ലോഗോ ഗുഡ് മോർണിംഗ് ശുഭദിനം നേരുന്നു ഇതെല്ലാ ദിവസവും വന്നിട്ട് ഇതാരാണ് എഡിറ്റ് ചെയ്യണത്? എഡിറ്റ് ചെയ്യണ ആൾക്കൊരു ഹാപ്പിനെസ് ഇട്ടുണ്ടാവില്ല. പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ആൾക്കാരുണ്ട് ഇതുപോലെ. കുറച്ചാളെയും ഇതൊക്കെ ആവുമെന്ന് എനിക്കറിയാം. ചിലപ്പോ നമ്മുടെ വൈബ് കളിയാക്കണേക്ക് അടുത്തടിയുള്ളു. പൊട്ടനാണ് ഇവരിങ്ങനെയൊക്കെ ഫോട്ടോട്ടേക്കണ്. അതേപറ്റി ഐഫോൺ ചോദിക്കുന്നതാണ് ഇതില്ലേ എന്നൊക്കെ പറയും ചിലപ്പോ. പിന്നെ മറ്റേ ആ ടൈമില് ഫേസ്ബുക്കിൽ ഒരു മെയിൻ ഫോട്ടോ ഉണ്ടല്ലോ, മറ്റേ ബാക്കിൽ സാച്ചുറേഷൻ പച്ചപ്പങ്ങട് കൂട്ടിയിട്ടിട്ടുള്ള പരിപാടി. പിന്നെ സ്റ്റാറ്റസ് ഉണ്ടല്ലോ, പൊളിക്കുമുത്തെ ഫുൾ സപ്പോർട്ട് അജ്മൽ ഖാന്റെ ക്ലോസ് ഫോളോ ബാക്ക് ഫുൾ സപ്പോർട്ട് കട്ട കൂട്ടുകാരനായിരുന്നു അവനോട് ഇങ്ങനെ നട്ടുച്ച ഫുൾ സപ്പോർട്ട്. പവർ ഒന്നുമില്ല മക്കളെ. അൺഫോളോയിങ് മോഡോട് അൺഫോളോയിങ് അൺഫ്രണ്ടിങ് മോഡോട്. അന്നൊക്കെ ഒരു ഫോട്ടോ ഇട്ടെങ്കിൽ നമ്മ ഇങ്ങനെ കാത്തിക്കും. 10K 2K 1K ആയാ പിന്നെ സീനാണ്. ആദ്യമായിട്ടൊരു ഫോട്ടോ 1K കയറിയ പറ്റില്ല. സന്തോഷം എന്ന് പറഞ്ഞാല് നെക്സ്റ്റ് ലെവലാണ്. പിന്നെ ഇൻസ്റ്റയിലേക്ക് പോയി മനസ്സിലായി അവന്മാര് ഫോട്ടോ കാണാൻ ഉദ്ദേശിച്ചാൽ മാത്രം അവന്മാര് ആൾക്കാരിലേക്ക് എത്തിക്കോളും. നമ്മ പിന്നെ അത്ര ഇതിലേക്ക് എത്തിയാലേ ഇതോളൂ. പിന്നെ ലൈക്ക് ഇതിലൊന്നും വലിയ കാര്യമില്ലാണ്ടായി. ഇൻസ്റ്റയിലൊക്കെ അങ്ങനത്തെ പരിപാടി ഉണ്ടാവും. അവന്മാര് ചില ടൈമിൽ അവന്മാര് ഒരു വെറുതെയൊക്കെ റീച്ച് വരും. ചില ടൈമില് അവന്മാർ എത്ര വർക്ക് ചെയ്താലും അത് വെച്ച് നീ അവിടെ ഇരുന്നോ എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. അപ്പൊ ഇൻസ്റ്റയിലേക്ക് വന്നപ്പോ ആ ഒരു മൈൻഡൊക്കെ പോയി വേണമെങ്കിൽ കിട്ടിയ സന്തോഷം. ഇൻസ്റ്റ പറഞ്ഞപ്പോഴാണ് ഇൻസ്റ്റയിൽ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ടല്ലോ, റീപോസ്റ്റ്. ട്വിറ്ററിന്റെ സാധനം ഇപ്പൊ തിരിച്ചുകൊണ്ടിരിക്കണം. ട്വിറ്ററിൽ ഈ സാധനം പണ്ട് ട്വിറ്റർ തുടങ്ങിയപ്പോ തൊട്ടുള്ളേ റീട്വീറ്റ് എന്നുള്ള സാധനമില്ലേ, ഇപ്പൊ അവരിട്ടൊരു പോസ്റ്റ് നമ്മുടെ അക്കൗണ്ടിലോട്ട് അവരിട്ടെന്നുള്ള രീതിയിൽ റീട്വീറ്റ് അവര് സെയിം സാധനം തന്നെ ഇൻസ്റ്റയിലോട്ട് കൊണ്ടുവന്നു മാത്രമേ ഉള്ളൂ. സെയിം മെത്തേഡ് തന്നെ കൊണ്ടുവന്നു. ഇൻസ്റ്റയെ കുറച്ചുകൂടി ഞാൻ ആലോചിക്കണ്ട. ഇൻസ്റ്റയ്ക്ക് ഇപ്പൊ ഒരു എതിരാളില്ല. കാരണം ഇവർക്ക് ഇപ്പൊ മോണോപ്പൊളിയായി. ഫേസ്ബുക്ക് ഇപ്പൊ ആ ഒരു ടീമിനെ ഫോക്കസ് ചെയ്താണ് അവര് ഈ സ്ട്രാറ്റജി പരിപാടിയൊക്കെ ചെയ്യണത്. ഇൻസ്റ്റഗ്രാം മാത്രം എന്നുള്ളൊരു രീതിയിലേക്ക് മാറി. ഇൻസ്റ്റഗ്രാമിന് എതിരാളില്ല. ഒരു നല്ലൊരു എതിരാളി വരുമ്പോഴേ അവർ കുറച്ചും കൂടി ഇപ്പൊ ഓക്കെയാണ്. പക്ഷെ ഒരു സാച്ചുറേഷൻ പോയിന്റിലേക്കാണ്. ഇനി അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി മറ്റേ ഈ ഫോൺകാരൊക്കെ ചെയ്ത പോലെ മറ്റേ ഓരോ സാധനങ്ങൾ ആഡ് ചെയ്യാനല്ലാണ്ട് അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പൊ അവർക്ക് വേറെ ഒന്നും വന്നില്ല. ഒരു നല്ലൊരു കോമ്പറ്റീഷൻ വന്നാലേ 2 ടീമുകൾ കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആയിട്ട് കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഇൻസ്റ്റാഗ്രാം പോലത്തെ പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്, പക്ഷെ ഫ്രണ്ട്ലി അല്ല. ഇപ്പൊ നമ്മ ആമസോൺ പ്രൈം യൂസ് ചെയ്യും, നെറ്റ്ഫ്ലിക്സ് യൂസ് ചെയ്യും, Z5 യൂസ് ചെയ്യും, സൺ നെക്സ്റ്റ് യൂസ് ചെയ്യും, പിന്നെ എക്സ്ട്രീം യൂസ് ചെയ്യും എയർടെല്, പിന്നെ VIന്റെ ആപ്പിളിന്റെ മൂവീസ്. എനിക്ക് ഇതിലെല്ലാത്തിനും കുറിച്ച് നോക്കുമ്പോഴേ നെറ്റ്ഫ്ലിക്സിനുള്ള സാധനം ആ ഒരു ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു കാണുന്ന ഒരു ഇതുണ്ടല്ലോ. നമുക്ക് ഏത് സിനിമ കാണാൻ തോന്നും. അതൊക്കെ കാണുമ്പോ ആ സിനിമ കണ്ടാലാന്നുള്ളൊരു വരും. അങ്ങനത്തെ ഒരു സാധനമുണ്ട്. ഈ എക്സ്ട്രീം എന്ന് പറഞ്ഞ ആപ്പിന്റെ അതൊക്കെ അത് പിന്നെ Z5 ഒക്കെ
അതൊക്കെ ലാഗിന്റെ അങ്ങ് എത്തുള്ളൂ. നമ്മള് അടിയിലോട്ട് ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ പോവാൻ കമ്പയർ ചെയ്യുമ്പോൾ ഹോട്ട്സ്റ്റാർ കുറച്ചുകൂടി നൈസ് ആയിട്ടായിരിക്കും. ഹോട്ട്സ്റ്റാർ നൈസാണ് ഇപ്പൊ കയറി ഒന്നും കൂടി ഇതായിട്ടുണ്ട്. പക്ഷെ ഒരു ക്ലാസ്, ഒരു പ്രൊഫഷണൽ ക്ലാസ് യൂസ് ചെയ്തിരിക്കുന്ന നെറ്റ്ഫ്ലിക്സ് ആണ്. ആ ഒരു സാധനം അപാരം തന്നെ. ഇന്റർനാഷണൽ അവരെടുക്കുന്ന മൂവീസ് ആയാലും ഇപ്പൊ കണ്ടന്റ് ബേസ് പോയിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി ബേസ് അടിപൊളിയായിരിക്കും അവരുടെ മൂവീസ് അവരെടുത്തതാണ്. ഏറ്റവും സൗണ്ട് ശോകമുള്ളത് സോണി ലിങ്കിന്റെ സൗണ്ട് ശോകമാണ്. ഓഡിയോസ് ഇതാണ്. നമുക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് വീണ്ടും വന്നാലും ഇപ്പൊ ലാസ്റ്റ് ആയാലും ഒന്നും കൂടി പറയാനുള്ളതെന്ന് വെച്ചാ നമുക്ക് എന്താ പറയാ നന്ദി നമസ്കാരം. നമ്മുടെ ലൈഫിലോട്ട് പല ആൾക്കാരും കയറി വരും. അവര് ചിലപ്പോൾ കുറെ നാൾ നിൽക്കും, കുറച്ചാൾ നിൽക്കും. പക്ഷെ ഇനിയും ആൾക്കാർ വരാനുണ്ടാവും. അത് കാരണം ഒരാൾ പോണത്. അതിനെന്തിട്ടാ നമുക്ക് പറയാൻ പറ്റിയ ഇംഗ്ലീഷിൽ അത്ര ഇതല്ല വെച്ച് ജീവിക്കണ ഒരു മനുഷ്യനാണ്. അതാണ് നിങ്ങളുടെ IELTS ഒന്നും എന്റെ കയ്യിലില്ല. ഇംഗ്ലീഷും അല്ല, ഈ അടുത്ത് മറ്റൊരു ഗവേഷണം പറഞ്ഞിട്ടില്ലേ ഇപ്പത്തെ ജെന്നിസെറ്റിന്റെ ഒരു വിഷയം എന്താണ് IQ അല്ല. നമുക്കിപ്പോ ഒരു പ്ലാനിങ്ങും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അതൊക്കെ ഏറ്റവും കുറഞ്ഞൊരു തലമുറ എന്നൊക്കെ എല്ലാവരും പറയാം. അതിനെപ്പറ്റി നമുക്ക് അതിനെപ്പറ്റിയോ അപ്പൊ പറയാനുള്ള ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പൊ അൺഫിനിഷ്ഡ് സ്റ്റോറീസ് നമ്മുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടാവും. അതെപ്പോഴും ബെസ്റ്റ് മെമ്മറീസ് തന്നെയായിരിക്കും നമ്മുടെ ലൈഫിൽ.